ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ആമുഖം പറയാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ്, രണ്ടാം ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഹരേ കൃഷ്ണ. പരമപുരുഷനായ ഈശ്വരൻ ജീവസത്തയോട് സാമ്യം വഹിക്കുന്നു. പുരുഷൻ്റെയും ജീവസത്തയുടെയും ബോധം അതീന്ദ്രിയമത്രേ. പ്രജ്ഞ ഭൗതിക വസ്തുവുമായുള്ള സമ്പർക്കം കൊണ്ടല്ല ഉണ്ടാകുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. പ്രജ്ഞ ഭൗതിക യോഗത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന സിദ്ധാന്തം ഭഗവത്ഗീത സ്വീകരിക്കുന്നില്ല. പ്രജ്ഞ ഭൗതിക സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി കാണപ്പെട്ടേക്കാം. നിറമുള്ള ചില്ലിൽ കൂടി വരുന്ന വെളിച്ചം ചില്ലിൻ്റെ നിറമാകുന്നതുപോലെ. എന്നാൽ പുരുഷൻ്റെ പ്രജ്ഞ ഭൗതികതയുടെ ബാധയുള്ളതല്ല. ഭഗവാൻ കൃഷ്ണൻ മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് അവതരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബോധം ഭൗതികതയാൽ ബാധിതമല്ല. ഭൗതികതയാൽ ബാധിതനെങ്കിൽ ഭഗവത്ഗീതയിൽ ചെയ്യുന്നത് പോലെ അതീന്ദ്രിയ വിഷയങ്ങൾ സംസാരിക്കാൻ കൃഷ്ണൻ അയോഗ്യനാകും. ഭൗതികതയാൽ മലിനമായ പ്രജ്ഞയിൽ നിന്ന് മുക്തനല്ലെങ്കിൽ ഒരാൾക്കും അതീന്ദ്രിയ ലോകത്തെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ആകയാൽ ഭഗവാൻ ഭൗതികതയാൽ മലിനനല്ല. എന്നാൽ നമ്മുടെ അവബോധം ഇന്ന് മലിനമത്രേ. ഈ മലിനമായ പ്രജ്ഞയെ ശുദ്ധീകരിക്കണമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ബോധമുള്ളപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഈശ്വരേച്ഛയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മെ സന്തുഷ്ടരാക്കുന്നു. നാം എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കണമെന്നല്ല ഇതിനർത്ഥം. നമ്മുടെ പ്രവൃത്തികൾ പരിശുദ്ധമാക്കപ്പെടണം. പരിശുദ്ധമാക്കപ്പെട്ട പ്രവൃത്തികളെ ഭക്തി എന്ന് വിളിക്കുന്നു. ഭക്തിയിലും പ്രവൃത്തികൾ സാധാരണ പ്രവൃത്തികളെപ്പോലെ തന്നെ ആയിരിക്കും. എന്നാൽ അവ കളങ്കമില്ലാത്തതായിരിക്കും. അജ്ഞനായ ഒരു വ്യക്തിക്ക് സാധാരണക്കാരനെ പോലെ തന്നെയാണ് ഭക്തനും പ്രവർത്തിക്കുന്നത് എന്ന് തോന്നാം. വളരെ കുറച്ച് വിജ്ഞാനം മാത്രമുള്ള ആൾക്ക് ഭക്തൻ്റെ പ്രവൃത്തികൾ അവിശുദ്ധ ബോധമായ ഭൗതികതയാൽ മലിനമല്ലെന്നു കാണാൻ കഴിയുകയില്ല. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാണവ. എങ്കിലും ഇപ്പോൾ നമ്മുടെ ബോധം മലിനമാണെന്നു നാം അറിയണം. ഭൗതികതയാൽ മലിനമായിരിക്കുമ്പോൾ നാം ബദ്ധരാണ്. ഞാൻ ഭൗതിക പ്രകൃതിയുടെ ഒരു പരിണിത ഫലമാണ് എന്ന ധാരണയിലാണ് മിഥ്യാവബോധം പ്രകടമാകുന്നത്. ഇതിനെ മിഥ്യാഹങ്കാരം എന്ന് വിളിക്കുന്നു. ശരീരബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്ഥിതി അറിയാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയെ സ്ഥൂല ശരീരബോധത്തിൽ നിന്ന് മുക്തനാക്കാനാണ് ഭഗവത്ഗീത ഉപദിഷ്ടമായിരിക്കുന്നത്. ഭഗവാനിൽ നിന്ന് ഈ വിജ്ഞാനം സ്വീകരിക്കുവാൻ അർജുനൻ സ്വയം ആ നിലയിലാവുകയാണ്. ജീവനെക്കുറിച്ചുള്ള ശരീരബോധത്തിൽ നിന്നും മുക്തനാവുക എന്നതത്രേ അതീന്ദ്രിയത്തിൻ്റെ പ്രാഥമിക കർമ്മം. സ്വതന്ത്രനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമായി തന്നെ താൻ ശരീരമല്ല എന്നറിഞ്ഞേ തീരൂ. മുക്തി എന്നാൽ ഭൗതിക പ്രജ്ഞയിൽ നിന്നും മോചനം എന്നർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ മുക്തിയുടെ നിർവചനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. മുക്തി എന്നാൽ ഈ ഭൗതിക ലോകത്തിലെ മലിനമായ പ്രജ്ഞയിൽ നിന്ന് മോചനം എന്നും പരിശുദ്ധ ബോധത്തിൽ സ്ഥിതി എന്നും അർത്ഥമാക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ എല്ലാ ഉപദേശങ്ങളും ഈ പരിശുദ്ധ ബോധത്തിലേക്ക് ഉണർത്താനുദ്ദേശിച്ചിട്ടുള്ളവയാണ്. ആയതുകൊണ്ട് ഗീതോപദേശത്തിൻ്റെ അവസാന ഭാഗത്ത് കൃഷ്ണൻ അർജുനനോട് നീ ഇപ്പോൾ പരിശുദ്ധ ബോധത്തിലാണോ എന്ന് ചോദിക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധമായ ബോധം എന്നാൽ ഭഗവത് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നർത്ഥം. ഇതാണ് പരിശുദ്ധാവബോധത്തിൻ്റെ കഴമ്പ്. നാം പരമപുരുഷൻ്റെ അംശമാകയാൽ നമ്മിൽ ബോധമുണ്ട്. എന്നാൽ അധമഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. പരമപുരുഷനാകയാൽ ഭഗവാൻ അധമഗുണങ്ങളാൽ ബാധിതനല്ല തന്നെ. ഇതത്രേ പരമപുരുഷനും വ്യക്തിഗത ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ബോധമെന്നാൽ എന്ത്? ഈ ബോധമാണ് അഹം. ഞാനാരെ? മലിനബോധാവസ്ഥയിൽ അഹം, ഞാൻ, ഈ കാണുന്നതിൻ്റെ എല്ലാം ഈശ്വരനും ഭോക്താവുമാണ് എന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളും സ്വയം ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ചലിക്കുന്നത് തന്നെ. ഭൗതികമായ അവബോധത്തിന് രണ്ട് മാനസിക ഭാവങ്ങളുണ്ട്. ഒന്ന് ഞാൻ സൃഷ്ടാവാണ് എന്നും
മറ്റൊന്ന് ഞാൻ ഭോക്താവാണ് എന്നും. വാസ്തവത്തിൽ പരമപുരുഷനത്രേ സൃഷ്ടാവും ഭോക്താവും. ജീവസത്തയാകട്ടെ പരമപുരുഷൻ്റെ അവിഭാജ്യ ഭാഗമാകയാൽ സൃഷ്ടാവോ ഭോക്താവോ അല്ല, പ്രത്യുത സഹകാരിയത്രേ. ജീവസത്ത സൃഷ്ടിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതുമാണ്. ഒരു യാന്ത്രിക ഭാഗം യന്ത്രവുമായി സഹകരിക്കുന്നു, ശരീരഭാഗം ശരീരവുമായി സഹകരിക്കുന്നു. ഇവയൊക്കെ ഉദാഹരണങ്ങളാണ്. കൈ, കാൽ, കണ്ണുകൾ തുടങ്ങിയവ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ അവയൊന്നും വാസ്തവത്തിൽ ഭോക്താക്കളല്ല. ഉദരം ഭോക്താവാണ്. കാലുകൾ സഞ്ചാരത്തിനും, കൈയുകൾ ഉണ്ണാനും, പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും, അങ്ങനെ എല്ലാ ശരീരഭാഗങ്ങളും ഉദരത്തെ തൃപ്തിപ്പെടുത്താൻ ജാഗരൂകരാണ്. കാരണം ഉദരം ശരീരപോഷണത്തിൻ്റെ പ്രഥമ ഘടകമാണ്. അതുകൊണ്ട് എല്ലാം ഉദരത്തിന് നൽകപ്പെടുന്നു. കടയ്ക്കൽ നനച്ചാലേ മരം വളരൂ, അതുപോലെ ഉദരം പൂർണ്ണമായാലേ ശരീരം പോഷിക്കൂ. അതുകൊണ്ട് ശരീരം ഉന്മേഷമായിരിക്കണമെങ്കിൽ എല്ലാ അംഗങ്ങളും ഉദരപൂരണത്തിന് സഹകരിച്ചേ മതിയാവൂ. അതുപോലെ പരമപുരുഷൻ ഭോക്താവും സൃഷ്ടാവുമാണ്. നാം ആകട്ടെ ഭഗവത് തൃപ്തിക്കു വേണ്ടി സഹകരിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. ഉപജീവസത്ത എന്ന നിലയിൽ ഈ സഹകരണം വാസ്തവത്തിൽ നമ്മെയാണ് സഹായിക്കുക. ഉദരം സ്വീകരിച്ച ഭക്ഷണം ശരീരത്തിലെ മറ്റംഗങ്ങളെ സഹായിക്കുന്നത് പോലെ തന്നെ കൈവിരലുകൾ ഉദരത്തിന് ഭക്ഷണം നൽകുന്നതിനു പകരം സ്വയം ഭക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അവയ്ക്ക് നിരാശരാകേണ്ടി വരും. സൃഷ്ടിയുടെയും ഉപഭോഗത്തിൻ്റെയും കേന്ദ്രബിന്ദു പരമപുരുഷനാണ്, ഹരിയാണ്. ശ്രീഹരിയാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. ജീവികൾ സഹകാരികളും സഹകരണം വഴി പോലെയാണ് അവരുടെ ഉപഭോഗം. ജീവികൾ സഹകാരികളും സഹകരണം വഴിയാണ് അവരുടെ ഉപഭോഗം. ഈ ബന്ധം പ്രഭു-ഭൃത്യ ബന്ധം പോലെയുമാണ്. പ്രഭു പൂർണ്ണ തൃപ്തനായാൽ ഭൃത്യനും തൃപ്തനാണ്. അതുപോലെ പരമപുരുഷൻ തൃപ്തനാകണം. ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടാവും ഭോക്താവുമാകാനുള്ള പ്രവണത എല്ലാ ജീവസത്തയിലും ഉണ്ട്. കാരണം അതേ പ്രവണതകൾ വിശ്വാവിഷ്കാരത്തിൻ്റെ സൃഷ്ടാവായ പരമപുരുഷനിലുമുണ്ട്. അതുകൊണ്ട് ഈ സർവസമ്പൂർണതയിൽ പരമനിയന്താവ്, നിയന്ത്രിത ജീവസത്തകൾ, വിശ്വാവിഷ്കാരം, കാലം, കർമ്മം ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം സർവസമ്പൂർണതയിൽ നിന്ന് എടുത്തിട്ടുള്ളവയുമാണ്. സർവസമ്പൂർണതയെ പരമനിരപേക്ഷ സത്യം എന്ന് വിളിക്കുന്നു. സർവസമ്പൂർണതയും സമ്പൂർണ്ണ നിരപേക്ഷ സത്യവും ദൈവതമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരിപൂർണ വ്യക്തിത്വമത്രേ. അദ്ദേഹത്തിൻ്റെ വിവിധ ശക്തികൾ മൂലമുണ്ടായതത്രേ എല്ലാ ആവിഷ്കാരങ്ങളും. അവിടുന്നാണ് സർവസമ്പൂർണത. അവ്യക്തിഗത ബ്രഹ്മവും പൂർണ്ണ പരമപുരുഷൻ്റെ താഴെയാണ് എന്ന് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മൻ സൂര്യപ്രകാശരശ്മി പോലെയാണെന്ന് വ്യക്തമായി ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ്യക്തിഗത ബ്രഹ്മവും പരമദിവ്യോത്തമ പുരുഷൻ്റെ പ്രകാശരശ്മികളാണ്. അവ്യക്തിഗത ബ്രഹ്മം നിരപേക്ഷ സമ്പൂർണതയുടെ അപൂർണ സാക്ഷാത്കാരമാണ്. പരമാത്മതത്വവും അങ്ങനെ തന്നെയാണ്. 15-ാമത്തെ അധ്യായത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ പുരുഷോത്തമൻ അവ്യക്തിഗത ബ്രഹ്മത്തിനും പരമാത്മാവിൻ്റെ ഭാഗികമായ സാക്ഷാത്കാരത്തിനും ഉപരിയാണെന്ന് കാണാം. പരമദിവ്യോത്തമ പുരുഷനെ സച്ചിദാനന്ദ വിഗ്രഹൻ എന്ന് വിളിക്കുന്നു. എല്ലാ കാരണങ്ങൾക്കും കാരണമാണ് ഗോവിന്ദൻ അല്ലെങ്കിൽ കൃഷ്ണൻ. മൂലകാരണം അവിടുന്നാണ്. സച്ചിദാനന്ദത്തിൻ്റെ ശരിയായ രൂപമാണ് അവിടുന്ന്. അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം അവിടുത്തെ സത്, അതായത് സനാതന തത്വം, സ്വഭാവത്തിൻ്റെ സാക്ഷാത്കാരമാണ്. പരമാത്മ സാക്ഷാത്കാരം സച്ചിത്, സനാതന ജ്ഞാനം, സ്വഭാവത്തിൻ്റെ സാക്ഷാത്കാരവും. എന്നാൽ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സച്ചിദാനന്ദങ്ങളുടെ പരിപൂർണ വിഗ്രഹത്തിലുള്ള സാക്ഷാത്കാരമാണ് പരമദിവ്യോത്തമ പുരുഷ സാക്ഷാത്കാരം. കുറഞ്ഞ മേധാശക്തിയുള്ളവർ പരമസത്യത്തെ വ്യക്തിശൂന്യമായി കാണുന്നു. എന്നാൽ അവിടുന്ന് ഒരു അതീന്ദ്രിയ വ്യക്തിയാണ്. ഇത് എല്ലാ വേദസാഹിത്യങ്ങളിലും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജീവികളായ നമുക്കെല്ലാവർക്കും നമ്മുടെ വ്യക്തിത്വമുള്ളതുപോലെ പരമനിരപേക്ഷ സത്യത്തിനും ആത്യന്തികമായ വിശകലനത്തിൽ വ്യക്തിത്വമുണ്ട്. ഈശ്വരൻ്റെ വ്യക്തിത്വത്തെ സാക്ഷാത്കരിക്കൽ എന്നാൽ അവിടുത്തെ പരിപൂർണ വിഗ്രഹത്തിലടങ്ങിയ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളെയും സാക്ഷാത്കരിക്കുക എന്നർത്ഥം. സർവസമ്പൂർണത രൂപവിഹീനമല്ല.
അവിടുന്ന് രൂപവിഹീനനാണെങ്കിൽ മറ്റെന്തിനേക്കാളും താഴ്ന്ന സ്ഥിതിയിലാകുന്നു. അപ്പോൾ പിന്നെ അവിടുത്തേക്ക് സർവസമ്പൂർണനാകാൻ കഴിയില്ലല്ലോ. നമ്മുടെ അനുഭവത്തിൽ അടങ്ങിയതും അതിനു പുറത്തുള്ളതുമായ എല്ലാം സർവസമ്പൂർണതയിൽ അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമാവുകയില്ല. സർവസമ്പൂർണതയ്ക്ക്, അതായത് പരമദിവ്യോത്തമ പുരുഷന് അനന്തമായ ശക്തികളുണ്ട്. വിവിധ ശക്തികളിൽ എപ്രകാരം കൃഷ്ണൻ പ്രവർത്തിക്കുന്നു എന്നും ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ദ്രിയ ഗോചരമായ ഈ ഭൗതിക വിശ്വം, നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഈ വിശ്വം സമ്പൂർണ്ണമാണ്. സാംഖ്യശാസ്ത്രമനുസരിച്ച് ഇത് 24 മൂലകങ്ങളുള്ള താത്കാലിക ആവിഷ്കാരമാണ്. എങ്കിലും അവ സന്തുലിതമായി വിശ്വത്തിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും ആവശ്യമായ പരിപൂർണ സ്രോതസ്സായി നിലകൊള്ളുന്നു. ഒന്നും അധികമല്ല, ഒന്നും കുറവുമല്ല. ഈ ആവിഷ്കാരത്തിന് പരമപരിപൂർണതയുടെ ശക്തിയാൽ ഒരു നിശ്ചിത സമയപരിധിയുണ്ട്. അതിൻ്റെ കാലം പൂർത്തിയായാൽ താൽക്കാലിക ആവിഷ്കാരങ്ങൾ പരിപൂർണതയുടെ പൂർണ്ണ ക്രമീകരണം മൂലം സംഹൃതമാകും. ചെറിയ പൂർണ്ണ ഘടകങ്ങൾക്ക്, അതായത് ജീവസത്തകൾക്ക്, പരിപൂർണതയെ സാക്ഷാത്കരിക്കാൻ സകല സൗകര്യങ്ങളുമുണ്ട്. എല്ലാം അപൂർണതകളുടെ അനുഭവങ്ങളും പരിപൂർണതയെക്കുറിച്ചുള്ള അപൂർണമായ വിജ്ഞാനത്തിൽ നിന്നുണ്ടായതുമാണ്. ആകയാൽ ഭഗവത്ഗീത വേദവിജ്ഞാനത്തിൻ്റെ പരിപൂർണ ജ്ഞാനം ഉൾക്കൊള്ളുന്നു. വേദവിജ്ഞാനം കുറ്റമറ്റതാണ്. ഹിന്ദുക്കൾ വേദവിജ്ഞാനത്തെ പൂർണ്ണവും കുറ്റമറ്റതുമായി സ്വീകരിക്കുന്നു. ചാണകം ഒരു മലമാണ്. സ്മൃതി അഥവാ വൈദികാജ്ഞപ്രകാരം മലം തൊടുന്നവൻ കുളിച്ച് ശുദ്ധനാകേണ്ടതാണ്. എന്നാൽ വേദസൂക്തങ്ങളിൽ ചാണകത്തെ ശുദ്ധീകരണ സാമഗ്രിയായാണ് കണക്കാക്കുന്നത്. ഇത് വൈരുദ്ധ്യമായി തോന്നാം. വേദാജ്ഞയാകയാൽ നാം അത് സ്വീകരിക്കുന്നു. അപ്രകാരം സ്വീകരിക്കുന്നതുകൊണ്ട് തെറ്റുപറ്റാനുള്ള സാധ്യതയുമില്ല. ആധുനിക ശാസ്ത്രം ഇപ്പോൾ ചാണകത്തിന് എല്ലാ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളും ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വേദവിജ്ഞാനം എല്ലാ സംശയങ്ങൾക്കും തെറ്റുകൾക്കും ഉപരിയാകയാൽ പൂർണ്ണമത്രേ. ഭഗവത്ഗീത വേദവിജ്ഞാനത്തിൻ്റെ സാരസർവസ്വമാണ്. വേദവിജ്ഞാനം ഒരു ഗവേഷണ പ്രശ്നമല്ല തന്നെ. അപൂർണമായ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാകയാൽ നമ്മുടെ എല്ലാ ഗവേഷണ വൃത്തികളും അപൂർണമത്രേ. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ശിഷ്യപരമ്പരയിലൂടെ തുടർന്നു വരുന്ന ആ പരിപൂർണത ജ്ഞാനത്തെ ഒരു ആധികാരിക സ്രോതസ്സിൽ നിന്ന് നാം സ്വീകരിക്കണം. ഉത്കൃഷ്ടനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ആരംഭിച്ച് ആത്മീയാചാര്യന്മാരിലൂടെ തുടർന്നു വരുന്നതാണ് ആ വിജ്ഞാനം. ശ്രീകൃഷ്ണൻ്റെ ശിഷ്യനായി ഉപദേശങ്ങൾ സ്വീകരിച്ച അർജുനൻ യാതൊരു എതിർവാദവുമില്ലാതെ അദ്ദേഹം പറയുന്നതെല്ലാം സ്വീകരിക്കുന്നു. ഭഗവത്ഗീതയെ ഭാഗികമായി അംഗീകരിക്കുവാൻ ആർക്കും തന്നെ അധികാരമില്ല. ഭഗവത്ഗീതയെ നാം വ്യാഖ്യാനം കൂടാതെ തന്നെ സ്വീകരിക്കണം. ഒന്നും ഉപേക്ഷിക്കാതെ, ഒരിക്കലും അഭിപ്രായങ്ങൾ കൂട്ടിക്കലർത്താതെ വേദവിജ്ഞാനത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ അവതരണമായി ഭഗവത്ഗീതയെ നാം സ്വീകരിക്കണം. വേദവിജ്ഞാനം അതീന്ദ്രിയ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചതാണ്. ഭഗവാൻ തന്നെ അരുളി ചെയ്തവയാണ് ആദ്യ വാക്കുകൾ. ഭഗവാൻ പറഞ്ഞ വാക്കുകളെ അപൗരുഷേയം എന്ന് വിളിക്കുന്നു. അപൗരുഷേയം എന്നാൽ ഈ ഭൗതിക ലോകത്തിലെ 4 തരം ന്യൂനതകളുള്ള മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് അവ എന്നർത്ഥം. ഒന്നായിട്ട്, സാധാരണക്കാരന് തീർച്ചയായും തെറ്റുപറ്റും. രണ്ടാമതായിട്ട്, അയാൾ നിസ്സംശയം മായാമുക്തനാണ്. മൂന്നാമതായിട്ട്, അയാൾക്ക് മറ്റുള്ളവരെ ചതിക്കാനുള്ള പ്രവണതയുണ്ട്. മാത്രമല്ല, നാലാമതായി, ഇന്ദ്രിയങ്ങളുടെ അപൂർണത കാരണം അയാൾ പരിമിതനാണ്. ഈ 4 വിധ ന്യൂനതകൾ ഉണ്ടായിരിക്കുമ്പോൾ ഒരാൾക്ക് സർവ്വവ്യാപകമായ ജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണമായി പ്രതിപാദിക്കാൻ ആവില്ല. അപ്രകാരമുള്ള അപൂർണ ജീവസത്തകളല്ല വേദവിജ്ഞാനം പകർന്നു നൽകിയിട്ടുള്ളത്. ആദ്യം അത് പ്രഥമ ജീവസത്തയായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്കാണ് പകർന്നു നൽകപ്പെട്ടത്. ബ്രഹ്മാവാകട്ടെ തനിക്ക് ഭഗവാനിൽ നിന്നു കൈവന്ന വിധത്തിൽ തന്നെ തൻ്റെ മക്കൾക്കും ശിഷ്യർക്കും അത് നൽകി. ഭഗവാൻ പരിപൂർണനാണ്. അവിടുന്ന് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനനാകാൻ സാധ്യതയില്ല. ഭഗവാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമയാണെന്നും പ്രഥമ സൃഷ്ടാവാണെന്നും ബ്രഹ്മാവിൻ്റെ കൂടി സൃഷ്ടാവാണെന്നും അറിയാനുള്ള മേധാശക്തിയെങ്കിലും നമുക്കുണ്ടാകണം.
11-ാമത്തെ അധ്യായത്തിൽ ഭഗവാനെ പ്രപിതാമഹൻ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ബ്രഹ്മാവിനെ പിതാമഹൻ എന്നാണ് വിളിക്കാറുള്ളത്. പിതാമഹൻ്റെ സൃഷ്ടാവാണ് അവിടുന്ന്. മറ്റൊരാൾക്കും എല്ലാറ്റിൻ്റെയും ഉടമയെന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തർക്കും ലഭിക്കുന്നത് അയാൾക്കു വേണ്ടി ഭഗവാൻ നീക്കിവെക്കുന്ന ഭാഗം മാത്രമാണെന്ന് നാം അംഗീകരിച്ചേ മതിയാവൂ. ഭഗവാൻ ഇപ്രകാരം നമുക്ക് വേണ്ടി നീക്കിവെച്ച വസ്തുക്കളെ നാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കാണിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതും ഭഗവത്ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട്. തുടക്കത്തിൽ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ടെന്ന് അർജുനൻ തീരുമാനിക്കുന്നു. അത് അർജുനൻ്റെ തന്നെ തീരുമാനമാണ്. സ്വന്തം ബന്ധുക്കളെ കൊന്നതിനു ശേഷം രാജ്യം അനുഭവിക്കാൻ തനിക്ക് കഴിയുകയില്ലെന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു. ഈ തീരുമാനം ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. കാരണം തൻ്റെ ശരീരമാണ് താൻ. തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരാണ് സഹോദരനും അനന്തരവനും ശ്യാലനും പിതാമഹനുമൊക്കെ എന്നായിരുന്നു അർജുനൻ്റെ വിചാരം. ആകയാൽ തൻ്റെ ശാരീര ശാസനകൾ പൂർത്തിയാക്കാൻ അർജുനൻ ആശിച്ചു. ഈ മനോഭാവം മാറ്റിയെടുക്കുന്നതിനാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. അവസാനം അർജുനൻ ഭഗവത് നിർദ്ദേശാനുസാരം യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. അർജുനൻ പറയുന്നു, അങ്ങ് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം. മനുഷ്യർ ഈ ലോകത്തിൽ പട്ടികളെയും പൂച്ചകളെയും പോലെ തമ്മിൽ തല്ലാനുള്ളവരല്ല. മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും വെറുമൊരു മൃഗത്തെ പോലെ പ്രവർത്തിക്കാൻ കൂട്ടാക്കാതിരിക്കാനുമുള്ള ബുദ്ധിശക്തി അവന് ഉണ്ടായിരിക്കണം. സ്വജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഇതിലേക്കുള്ള നിർദ്ദേശം എല്ലാ വേദസാഹിത്യങ്ങളിലുമുണ്ട്. അതിൻ്റെ സാരം ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുമുണ്ട്. വേദസാഹിത്യം മൃഗങ്ങൾക്കു വേണ്ടിയല്ല, മനുഷ്യർക്കു വേണ്ടിയാണ്. മൃഗത്തിന് അന്യമൃഗങ്ങളെ കൊല്ലാം, അവർക്ക് പാപമെന്ന പ്രശ്നം ഇല്ല തന്നെ. എന്നാൽ മനുഷ്യനാകട്ടെ തൻ്റെ അദമ്യമായ രസനേന്ദ്രിയത്തെ പ്രീണിപ്പിക്കുവാനായി ഒരു മൃഗത്തെ കൊല ചെയ്താൽ അവൻ പ്രകൃതി നിയമലംഘനത്തിന് ഉത്തരവാദിയാകുന്നു. പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളനുസരിച്ച് പ്രവൃത്തികൾ 3 തരത്തിലുണ്ടെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. സത്വരജോ തമോ ഗുണങ്ങളിലുള്ള പ്രവൃത്തികൾ. ഈ 3 തരത്തിനും യോജിക്കുന്ന വിധം ഭക്ഷണദ്രവ്യങ്ങളും 3 വിധമുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായി ഭഗവത്ഗീതയിൽ വിവരിക്കപ്പെടുന്നുണ്ട്. നാം ഈ നിർദ്ദേശങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതവും സംശുദ്ധമാവുകയും അവസാനം നമുക്ക് ഈ ഭൗതികാകാശത്തിനുപരിയുള്ള നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. ആ ലക്ഷ്യത്തെ സനാതനാകാശം, ശാശ്വതമായ വ്യാമോഹം എന്ന് വിളിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ എല്ലാം ക്ഷണികമാണെന്ന് നാം കാണുന്നു. ഓരോന്നും ഉളവാകുന്നു, കുറച്ചുകാലം നിൽക്കുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷയിക്കുന്നു, മറയുന്നു. ഇത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഒരു ശരീരത്തെയോ ഒരു പഴത്തെയോ ഉദാഹരണമായി എടുത്തു ചിന്തിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ്. പക്ഷേ ഈ ക്ഷണികമായ ലോകത്തിനുപരിയായി മറ്റൊരു ലോകമുണ്ട്. അതേപ്പറ്റിയും നമുക്കറിവുണ്ട്. ആ ലോകം മറ്റൊരു പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു. അതാകട്ടെ സനാതനം അല്ലെങ്കിൽ ശാശ്വതമാണ്. ജീവനും സനാതനൻ എന്നു തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ ഭഗവാനെയും സനാതനൻ എന്നു തന്നെ പറയുന്നു. ഭഗവാനുമായി നമുക്ക് ഉറ്റ ബന്ധമാണ് ഉള്ളത്. സനാതനധാമം അല്ലെങ്കിൽ പരവ്യോമം, സനാതനനായ പരമപുരുഷൻ, അതുപോലെ സനാതനനായ ജീവസത്തകൾ, ഇവയെല്ലാം ഗുണപരമായി ഒന്നാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ ഉദ്ദേശം നമ്മുടെ സനാതനധർമ്മം, ജീവസത്തയുടെ ശാശ്വതോദ്യോഗം പുനരുദ്ധരിക്കലാണ്. നാം ഇപ്പോൾ താൽക്കാലികമായി വിവിധ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. പക്ഷേ പരമപുരുഷനിർദ്ദിഷ്ടമായ പ്രവൃത്തികൾ നാം ഏറ്റെടുത്ത് താൽക്കാലിക പ്രവൃത്തികളെ ഉപേക്ഷിക്കുമ്പോൾ ഇവയെല്ലാം ശുദ്ധമായി തീരും. അതിനെ നമ്മുടെ പരിശുദ്ധ ജീവിതം എന്ന് വിളിക്കുകയും ചെയ്യാം. ശ്രീ ഭഗവാനും തൻ്റെ ഭൗതികാതീതമായ വാസസ്ഥാനവും സനാതനമാണ്. ജീവാത്മാക്കളും ശ്രീ ഭഗവാനും തമ്മിൽ അവിടെയുള്ള സംയോഗം തന്നെ മനുഷ്യജീവിതത്തിൻ്റെ പരിപൂർണത. ഭഗവാൻ ജീവസത്തകളോട് വളരെ കൃപാലുവാണ്. അവ അവിടുത്തെ പുത്രന്മാരാണ് എന്നതു തന്നെ കാരണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, ഞാൻ എല്ലാവരുടെയും പിതാവാണ്. കർമ്മമനുസരിച്ച് വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. എങ്കിലും ഇവിടെ ഭഗവാൻ താൻ അവരുടെയെല്ലാം പിതാവാണെന്ന് അവകാശപ്പെടുന്നു. ആകയാൽ ഭഗവാൻ പതിതബന്ധാത്മാക്കളെ തിരിച്ചെടുക്കുവാൻ അവതരിക്കുന്നു.
അവരെ സനാതന ആകാശത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ, അങ്ങനെ സനാതനമായ ജീവസത്തകൾക്ക് ഭഗവാനുമായി ശാശ്വത സഹവാസത്തിലൂടെ തങ്ങളുടെ സനാതന നില വീണ്ടെടുക്കാൻ ഭഗവാൻ വിവിധ രൂപങ്ങളിൽ അവതരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തരായ സേവകരെ മക്കളായോ സഹചാരികളായോ ആചാര്യന്മാരായോ ബന്ധാത്മാക്കളെ സമുദ്ധരിക്കാൻ അയക്കുന്നു. ആകയാൽ സനാതനധർമ്മം ഒരു മതത്തിൻ്റെയും വിഭാഗീയ പ്രക്രിയയെ സൂചിപ്പിക്കുന്നില്ല. ഇത് ശാശ്വത ജീവസത്തകളുടെ സനാതനനായ പരമപുരുഷനുമായുള്ള നിത്യബന്ധത്തിലുള്ള ശാശ്വതമായ പ്രവൃത്തിയത്രേ. സനാതനധർമ്മം മുമ്പ് പറഞ്ഞതുപോലെ ജീവസത്തയുടെ ശാശ്വത പദവിയെ സൂചിപ്പിക്കുന്നു. ശ്രീപാദ രാമാനുജാചാര്യർ സനാതനമെന്ന വാക്കിനെ ആദിയും അന്തവുമില്ലാത്തത് എന്നർത്ഥം പറയുന്നു. അപ്പോൾ നാം സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീപാദ രാമാനുജാചാര്യരുടെ ആധികാരികതയെ അംഗീകരിച്ച് അതിന് ആദിയും അന്തവും ഇല്ലെന്നു തന്നെ മനസ്സിലാക്കണം. റിലീജിയൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് സനാതനധർമ്മത്തിൻ്റെ അർത്ഥമല്ല, മതം, വിശ്വാസത്തിൻ്റെ ആശയമാണ് പകരുന്നത്. വിശ്വാസത്തിന് മാറ്റം വരാം. ഒരാൾക്ക് ഒരു പ്രത്യേക പ്രക്രിയയിൽ വിശ്വാസമുണ്ടാകാം, പിന്നീട് ആ വിശ്വാസം മാറ്റി മറ്റൊന്ന് സ്വീകരിക്കാം. എന്നാൽ സനാതനധർമ്മം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ദ്രാവകത്വമോ അഗ്നിയിൽ നിന്ന് താപമോ വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെ ജീവസത്തയിൽ നിന്ന് അതിൻ്റെ സനാതനമായ പ്രവൃത്തിയെ വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ല. സനാതനധർമ്മം ജീവസത്തയുമായി ശാശ്വത ഐക്യബന്ധത്തിലാണ്. അപ്പോൾ നാം സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീപാദ രാമാനുജാചാര്യരുടെ ആധികാരികത അംഗീകരിച്ച് അതിന് ആദിയും അന്തവും ഇല്ലെന്നു ധരിക്കണം. ആദിയും അന്തവും ഇല്ലാത്ത ഒന്ന് വിഭാഗീയമാകാൻ ഇടയില്ല. കാരണം അത് സീമകളാൽ ബന്ധമല്ല. വിഭാഗീയ മതവിശ്വാസമുള്ളവർ സനാതനധർമ്മത്തെയും വിഭാഗീയമെന്നു തെറ്റിദ്ധരിക്കാം. എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കാമെങ്കിൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിരൂപിക്കാമെങ്കിൽ സനാതനധർമ്മം ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും കാര്യമാണെന്ന്, എന്തിന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവസത്തകളുടെയും കാര്യമാണെന്ന് കാണാൻ കഴിയും. സനാതനമല്ലാത്ത മതവിശ്വാസങ്ങൾക്ക് മനുഷ്യചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു ആരംഭം ഉണ്ടാകും. എന്നാൽ സനാതനധർമ്മത്തിന് ഒരു തുടക്കമില്ല. കാരണം അത് ജീവസത്തകളോടൊപ്പം ശാശ്വതമായി നിലനിൽക്കുന്നു. ജീവസത്തകളെക്കുറിച്ചാണെങ്കിൽ ആധികാരിക ശാസ്ത്രങ്ങളെല്ലാം അതിന് ജന്മമൃത്യുക്കളില്ലെന്ന് സിദ്ധാന്തിക്കുന്നു. ഭഗവത്ഗീതയിൽ ജീവസത്ത ജനിക്കുകയുമില്ല മരിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവസത്ത ശാശ്വതവും നാശവുമില്ലാത്തതുമാണ്. താൽക്കാലികമായ ഭൗതിക ശരീരത്തിൻ്റെ നാശത്തിനു ശേഷവും അത് ജീവിതം തുടരുന്നു. സനാതനധർമ്മത്തിൻ്റെ ആശയത്തെക്കുറിച്ചറിയാൻ നാം ധർമ്മം എന്ന പദത്തിൻ്റെ സംസ്കൃതധാത്വർത്ഥം മനസ്സിലാക്കണം. ധർമ്മമെന്നാൽ ഒരു പ്രത്യേക വസ്തുവുമായി തുടർച്ചയായി വർത്തിക്കുന്നത് എന്നർത്ഥം. അഗ്നിയിൽ ചൂടും വെളിച്ചവുമുണ്ട് എന്ന നിഗമനം നമുക്കുണ്ട്. ചൂടും വെളിച്ചവും തീയോടൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. അവ രണ്ടുമില്ലെങ്കിൽ തീ എന്ന വാക്കിന് ഒരർത്ഥവുമില്ല. അതുപോലെ ജീവസത്തയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നതും അത്യന്താപേക്ഷിതവുമായ ഒന്നാണ് തൻ്റെ ശാശ്വത ഗുണമായ സനാതനധർമ്മം. എല്ലാ ജീവികളുടെയും മൂലസ്വരൂപമെന്തേ? സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചു. എല്ലാ ജീവികളുടെയും മൂലസ്വരൂപം പരമദിവ്യോത്തമ പുരുഷനെ സേവിക്കുക എന്നതാണെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ പ്രസ്താവം അപഗ്രഥിച്ചാൽ എല്ലാ ജീവികളും മറ്റൊരു ജീവയുടെ സേവനത്തിൽ നിരന്തരമായി വ്യാപൃതരാണെന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഒരു ജീവി മറ്റൊരു ജീവിയെ പലതരത്തിൽ സേവിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് ജീവസത്ത ജീവിതം ആസ്വദിക്കുന്നു. താണതരം ജന്തുക്കൾ മനുഷ്യനെ ഭൃത്യന്മാർ യജമാനൻ എന്ന പോലെ സേവിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെയും, അമ്മ മകനെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും ഒക്കെ സേവിക്കുന്നതായി നമുക്ക് കാണാം. ഈ വഴിക്ക് നോക്കിയാൽ ജീവികളുടെ സമൂഹത്തിൽ സേവന കർമ്മത്തിന് നീക്കുപോക്കില്ലെന്ന് കാണാൻ കഴിയും. രാഷ്ട്രീയക്കാരൻ ജനങ്ങളെ തൻ്റെ സേവന ചാതുര്യം ബോധ്യപ്പെടുത്താൻ പ്രകടനപത്രിക സമർപ്പിക്കുന്നു. സമ്മതിദായകരാകട്ടെ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനം സമൂഹത്തിന് മെച്ചപ്പെട്ട സേവനം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ആ രാഷ്ട്രീയക്കാരന് നൽകുന്നു. വേലക്കാരൻ ഉടമയെയും ഉടമ കുടുംബത്തെയും സേവിക്കുന്നു. കുടുംബം രാജ്യത്തെയും സേവിക്കുന്നു. ഇതെല്ലാം ശാശ്വത ജീവസത്തയുടെ ശാശ്വത ധർമ്മമനുസരിച്ചാണ്.
ഇങ്ങനെ ഒരു ജീവിക്കും മറ്റു ജീവികളെ സേവിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ലെന്ന് നമുക്ക് കാണാം. ആകയാൽ ജീവിയുടെ സന്തത സഹചാരിയാണ് സേവനമെന്നും ജീവിയുടെ ശാശ്വതമായ മതം സേവനവൃത്തിയാണെന്നുമുള്ള ശരിയായ നിഗമനത്തിൽ നമുക്കെത്താം. എങ്കിലും ഒരു പ്രത്യേക കാലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ ഒരു പ്രത്യേക മതവിശ്വാസിയാണ് താൻ എന്ന് പറയും. അങ്ങനെ ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, ബുദ്ധമതക്കാരനാണ്, അതല്ലെങ്കിൽ മറ്റൊരു മതക്കാരനാണ് എന്നൊക്കെ അവകാശപ്പെടും. ഈ പദവികളെല്ലാം സനാതനധർമ്മ വിരുദ്ധമാണ്. ഹിന്ദുമതം മാറി മുസ്ലിമാകാം, അതുപോലെ മുസ്ലിം മതം മാറി ഹിന്ദുവാകാം. ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസത്തിൽ മാറ്റം വരാം. എന്നാൽ ഏതു പരിതസ്ഥിതിയിലും മതവിശ്വാസ ഭേദങ്ങൾ അന്യർക്ക് സേവനം ചെയ്യുക എന്ന ശാശ്വത ബന്ധത്തെ, ആ ധർമ്മത്തെ ബാധിക്കുകയില്ല. ഒരാൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, എല്ലാ സാഹചര്യത്തിലും ആരുടെയെങ്കിലും ഭൃത്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം സനാതനധർമ്മത്തിൻ്റെ പ്രഖ്യാപനമല്ല, സേവനപ്രധാനമത്രേ സനാതനധർമ്മം. വാസ്തവത്തിൽ പരമപുരുഷനുമായി നാം സേവനം വഴി ബന്ധപ്പെട്ടിരിക്കുന്നു. പരമപുരുഷൻ പരമഭോക്താവാണ്. ജീവസത്തകളായ നാം അവിടുത്തെ ഭൃത്യന്മാരും. അവിടുത്തെ ആസ്വാദനത്തിനത്രേ നാം സൃഷ്ടമായിരിക്കുന്നത്. അവിടുത്തെ ശാശ്വതമായ ആസ്വാദനത്തിൽ ഭാഗമാക്കുമ്പോഴാണ് നാം സന്തുഷ്ടരാകുന്നത്. നമുക്ക് മറ്റൊരു വിധത്തിൽ സന്തോഷിക്കാൻ സാധ്യമല്ല. ശരീരത്തിലെ ഒരു ഭാഗത്തിനും ഉദരവുമായി സഹകരിക്കാതെ സന്തോഷിക്കാൻ സാധിക്കാത്തതുപോലെ സ്വതന്ത്രമായി സന്തുഷ്ടരാവുക അസാധ്യമാണ്. പരമപുരുഷനെ അതീന്ദ്രിയ പ്രേമ സേവനം അർപ്പിക്കുന്നതിലൂടെയല്ലാതെ ജീവസത്തയ്ക്ക് സന്തുഷ്ടനാകാൻ സാധ്യമല്ല. നാനാദേവന്മാരെ ആരാധിക്കുന്നതിനും പരിചരിക്കുന്നതിനും ഭഗവത്ഗീത എതിരാണ്. 7-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്: ഭൗതിക ആഗ്രഹങ്ങളാൽ മേധാശക്തി നഷ്ടമായവർ ദേവന്മാർക്ക് ആത്മസമർപ്പണം ചെയ്ത് സ്വപ്രകൃതിയനുസരിച്ച് അവരെ വിവിധ നിയമനിബന്ധനകളോടുകൂടി പൂജിക്കുന്നു. കാമപ്രേരിതരായ ആളുകൾ പരമപുരുഷനായ കൃഷ്ണനെയല്ല ദേവന്മാരെയാണ് ആരാധിക്കുന്നതെന്ന വസ്തുത ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു. കൃഷ്ണനാമം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗീയ നാമത്തെയല്ല നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃഷ്ണൻ എന്നാൽ അത്യുന്നതമായ ആനന്ദം എന്നർത്ഥം. പരമപുരുഷനാണ് എല്ലാ സുഖങ്ങളുടെയും സംഭരണി അല്ലെങ്കിൽ കലവറ എന്നുറപ്പായിട്ടുണ്ട്. നാം എല്ലാം സുഖം അന്വേഷിക്കുകയാണ്. ജീവസത്തകൾ ഭഗവാനെ പോലെ തന്നെ പ്രജ്ഞാപൂർണരാണ്. അവർ സന്തോഷം തേടുന്നു. ഭഗവാൻ എന്നെന്നും സന്തുഷ്ടനാണ്. ജീവസത്തകൾ ഭഗവാനുമായി യോജിച്ചാൽ, അവിടുത്തെ ഐക്യപ്രവർത്തനത്തിൽ സഹകരിച്ചാൽ അവരും സന്തുഷ്ടരാകും. ഈ നശ്വരലോകത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് തന്നെ ആനന്ദപൂർണമായ വൃന്ദാവന ലീലകളെ കാണിച്ചു തരാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ തൻ്റെ സുഹൃത്തുക്കളായ ഇടയന്മാർ, ഗോപികമാർ, മറ്റു വൃന്ദാവന നിവാസികൾ, പശുക്കൾ ഇവരോടൊപ്പം ചെയ്ത ലീലകളെല്ലാം ആനന്ദഭരിതങ്ങളത്രേ. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നാളെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.